ഞാനൊരു മായാവനത്തിലാണ്. ആ മായാവനം നിങ്ങൾ 19-ാം തീയതി ഈ സിനിമ കാണുമ്പോൾ നിങ്ങളൊരു മായാവനത്തിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യമാകും വാസ്തവത്തിൽ നിങ്ങൾ യാഥാർത്ഥ്യത്തിലാണോ മിഥ്യയിലാണോ ജീവിക്കുന്നത്. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടാകട്ടെ ഈ സിനിമ നിങ്ങൾക്ക് പകർന്നു നൽകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സിനിമ കാണുക, സിനിമ നിങ്ങളോട് സംസാരിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സിനിമയിൽ 4 മണിക്ക് സ്ട്രോൾസിൽ ശങ്കർ മഹാദേവൻ എന്നൊരു ക്യാരക്ടർ ചെയ്യുന്നത്. നമ്മുടെ സിനിമ ഒരു ആക്ഷൻ സിനിമയാണ്, ഒരു ത്രില്ലർ സിനിമയാണ്. ഫൈറ്റ് സീൻസും കുറേ ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള സിനിമയാണ്. ഈ സിനിമ ഷൂട്ട് ചെയ്തതിൽ ആക്ട് ചെയ്യുന്നതിൽ വളരെ ഒരു മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ സിനിമ കാണുക, സപ്പോർട്ട് ചെയ്യുക. ട്രെയിലർ ഇപ്പോൾ സൂൺ റിലീസ് ചെയ്യും, നിങ്ങൾ കാണുക. താങ്ക് യു. സിനിമയുടെ ലൊക്കേഷൻസും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു, ശരിക്കും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ്. കാരണം ഇവിടെ പറഞ്ഞതുപോലെ ടൈറ്റിലിൽ പറയുന്ന പോലെ മായാവനം, അത് ശരിക്കും അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണണം. കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. 19th റിലീസാണ്. താങ്ക് യു. ഹലോ, എൻ്റെ പേര് ഗൗതം ടി ശശി. ഞാൻ വഴവിൽമലയുള്ള സ്റ്റാൻഡപ്പ് കോമഡി. അപ്പം ഞാനിത് 4 പേരിൽ ഒരാളാണ് ഞാൻ. അപ്പം ഇവരുടെ അഭിനയിക്കാൻ പറ്റിയിട്ട് ഭയങ്കര സന്തോഷമുണ്ട്. ആയിട്ടുള്ള റോളായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. സാറിന് ഞാൻ നന്ദി പറയുകയാണ് ആ ഒരു ക്യാരക്ടർ എനിക്ക് തന്നതിന്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി മൂവി കാണാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം. താങ്ക് യു. മീഡിയയിലെ ക്യാമറമാനായിരുന്നു രജനി മനോരമ മംഗളം. എനിക്ക് വന്നത് വർക്കിച്ചാൻ പ്രേക്ഷണൻ ഒരു പറഞ്ഞിരുന്നു. ഇതിന് മുമ്പ് വേറെ കുറച്ച് പഠനം ചെയ്തു. പിന്നെ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സാറിന് അറിയും. പിന്നെ എനിക്ക് ഇതുമായിട്ട് അന്നും പക്ഷെ എന്നാലും അതൊരു ഇതാണ്, അത് എനിക്ക് തന്നത് സാറാണ്. സാറിനോട് നന്ദി, അനന്തനോട് നന്ദി, പിന്നെ ആദി, എല്ലാവരോടും വളരെയധികം നന്ദി. എന്താ പറയണ്ടെന്ന് അറിയില്ല. പുറകെ നമ്മൾ ഒരുപാട് ഇതുപോലെ ഇന്റർവ്യൂസും പല പല സംഭവങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മുമ്പിൽ വന്നിരുന്നിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആ സമയത്ത് നമ്മൾ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇത് ആദ്യമായിട്ടുള്ള ഒരു സംഭവമായിട്ടുള്ള അങ്ങനെയുള്ളൊരു അത്രയ്ക്കും ചലഞ്ചിങ് ആയിട്ട് ഒരു രൂപത്തിലാണ് അദ്ദേഹം ഇതിൽ ഒരു റോൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും സാധാരണ അത്രയും കമ്മിറ്റ്മെന്റ് ഉള്ള നടന്മാർ മാത്രമേ അങ്ങനെയൊക്കെ അഭിനയിക്കുള്ളൂ. ഞാൻ ഈ രൂപത്തിൽ സംക്രാന്തൻ ഇത് ചെയ്യുമെന്ന് ചോദിച്ചോളൂ സന്തോഷത്തോടെ സാർ എന്ത് പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഇങ്ങനെയുള്ള നടന്മാരാണ് നമുക്ക് സിനിമാ ലോകത്തിൽ വേണ്ടത്. അവരത്രമാത്രം ആ അഭിനയകലയെ ആരാധിക്കുന്നതിനോട് അത്രമാത്രം ആത്മാർത്ഥതയുണ്ട്. ഈ ഒരു കഥാപാത്രം എല്ലാവരും ഓർക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും സംക്രാന്തൻ ചെയ്ത കുള്ളാറൻ എന്ന പേരുള്ള ഒരു കഥാപാത്രമാണത്. ഒരു പ്രത്യേക ഇതുവരെ മലയാള സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടായിട്ടുണ്ടാവില്ല. ഞാൻ ഈ അവസരത്തിൽ സംക്രാന്തനോട് അതിന് നന്ദി പറയുന്നു. ഒരു പക്ക അഡ്വഞ്ചർ ആയിട്ടുള്ള, നമ്മൾ കുറേ അഡ്വഞ്ചർ ആയിട്ടുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. ഒരു ഇൻഡോർ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന കുറച്ച് പേര്, കുറച്ച് യുവാക്കൾ അല്ലെങ്കിൽ കുറച്ച് ഗ്യാങ് അവിടെ പെടുത്തുന്ന അവരുടെ സർവൈവലും ഒക്കെ കാണിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ നമുക്ക് കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് എത്രത്തോളം ഡിഫറെന്റ് ആണ് മായാവനം? ഇത് ശരിക്ക് പുറത്തുള്ള വനത്തെക്കാളും ഒരു അകത്തുള്ള വനത്തിന്റെ സിനിമയാണ്. നമ്മളുടെ എസ്പെഷ്യലി ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം അത് മനസ്സിലാവുമെന്ന് അറിയില്ല. ഈ ഏറ്റവും കൂടുതൽ ഈ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ 3 കാലങ്ങളിൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഹോർമോണൽ ഇൻഫ്ലുവൻസിന് വിധേയമാവുന്നത്. ഹോർമോണൽ എന്ന് വെച്ചാൽ ആൺകുട്ടികളിലാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ, ആൻഡ്രജൻസ് എന്ന് പറയുന്ന ഹോർമോൺ, പെൺകുട്ടികളിലാണെങ്കിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഫോളിക്കുലർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലൂട്ടനൈസിംഗ് ഹോർമോൺ, ആൻഡ്രജൻസ്. അപ്പോൾ ഈ ഹോർമോണിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ചെറുപ്പക്കാരെ യാഥാർത്ഥ്യത്തിലായിരിക്കില്ല പലപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു പ്രവൃത്തി ചെയ്യുന്നത്, ഇത്തിരി പ്രായവും പക്വതയുള്ള ആൾ അതേ പ്രവൃത്തി ചെയ്യുന്നതിൽ നല്ല വ്യത്യാസം. ഉദാഹരണം, ഒരു വാഹനം ഓടിക്കുമ്പോൾ തോറും ചെറുപ്പക്കാർ വളരെ ഫാസ്റ്റായിട്ട് ഓടിക്കുക, പക്ഷെ പ്രായമായവർ വളരെ സ്ലോ ആയിട്ട് ഓടിക്കുന്നു. അത് അനുഭവങ്ങളുടെ എക്സ്പീരിയൻസിന്റെ ഒരു പക്വതയാണത്. അപ്പോൾ അങ്ങനെയുള്ള പക്വതയുള്ള മനോഭാവങ്ങളുടെ, പക്വതയില്ലായ്മയുടെ ആ മനോഭാവങ്ങളുടെ
ആന്തരികമായ ഒരു മായാവനത്തിന്റെ കഥയാണ്. ആ വനത്തെ അവർ പുറത്ത് കാണുന്നു. അത് കുറച്ചൊരു സൈക്കാട്രിക് ആസ്പെക്ട് ഉള്ള ഒരു സിനിമയാണ്. അപ്പോഴേ അത് കൃത്യമായി മനസ്സിലാവും. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്യണം. അതിന്റെ കളറിങ്ങും അതിലെ കഥാപാത്രങ്ങളുടെ സവിശേഷത. ഇപ്പൊ തന്നെ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് കുള്ളാവൻ എന്നാണ്. അത് ഒരുപക്ഷെ വളരെ അപരിചിതമായിരിക്കും ആ ഒരു കഥാപാത്രം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മായാവനം എന്ന് പറഞ്ഞാൽ പുറത്തുള്ള വനത്തെക്കാളുപരി അകത്തുള്ള ഒരു വനത്തിന്റെ കഥയാണ്. ഈ സിനിമയിൽ തന്നെ സീനിയർ ആർട്ടിസ്റ്റായ അൽസറേട്ടൻ, ജാഫ്രിക്ക, സെന്തിലേട്ടൻ, അങ്ങനത്തെ കുറെ സീനിയർ കാസ്റ്റുകളുണ്ട്. ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത തരം ഒരു കഥാപാത്രങ്ങളാണോ ഇവർക്കുള്ളത്? അവർക്കൊക്കെ വളരെ വൈവിധ്യമാണ്. ഇവര് അതുവരെ ഇപ്പൊ സാറ് ഇതുവരെ ഞാൻ സാറിന്റെ ആൾമോസ്റ്റ് എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. ഇതുവരെ സാറ് ഇങ്ങനെ ഒരു റോള് ചെയ്തിട്ടുണ്ടാവില്ല. വളരെ വൈവിധ്യമാർന്ന ഒരു ക്യാരക്ടറിനെയാണ് സാറ് അത് ചെയ്തിരിക്കുന്നത്. സിനിമ മൊത്തം ഞാൻ കാണുമ്പോൾ സാറെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ട് ആ കഥാപാത്രത്തിന്റെ അവതരണത്തിലൂടെ ഞാൻ സാറിനോട് വളരെയധികം നന്ദി പറയുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ട് സാർ അത് ചെയ്തിട്ടുണ്ട്. എന്നതുപോലെ എല്ലാവരും ഉണ്ട്. ജാഫ്രിക്ക സാറ്, സെന്തില്, സുദീപ്, ശ്രീനാഥ് മുരളി, എല്ലാവരും വളരെ ഗംഭീരമായി അവരുടെ റോളുകൾ ചെയ്തു. കുറച്ച് ഇന്റർവ്യൂസിലൊക്കെ കണ്ടായിരുന്നു, ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു കേട്ടായിരുന്നു. എനിക്കൊരു സ്ട്രഗിൾ തോന്നില്ല. അതുകൊണ്ടാണ് അട്ടയൊക്കെ കടിച്ചതൊക്കെ. അട്ട കടിക്കുന്ന അത്ര സ്ട്രഗിളൊന്നുമില്ല. നിങ്ങളെ പാമ്പ് കടിക്കായിരുന്നോ? അത്ര എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രതീക്ഷിക്കണ്ട. എന്നെ അങ്ങനെ വെട്ടി നുറക്കി തിന്ന് നാളെ നിങ്ങൾക്ക് വിൽക്കാമെന്ന് വിചാരിക്കണ്ട. ഞാൻ അങ്ങനെ ഈ സിനിമയെ കുറിച്ച് വളരെ സ്ട്രഗിൾ ചെയ്തോന്നല്ല പറഞ്ഞു. ഞാൻ ആ ഒരു സ്ട്രഗിളിനെ എൻജോയ് ചെയ്തോന്നാണ് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ഞാൻ പാഷനായിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ കരിയർ സേഫ് ആക്കാൻ ഒരു ജോലിയുണ്ട്. ആ ഒരു സേഫ്റ്റി നെറ്റ് വെച്ച് ഇനി നമുക്ക് ഇഷ്ടമുള്ള സാധനം ചെയ്യുമ്പോൾ ഇഫ് അറ്റ് ഓൾ, ഇപ്പോൾ സിനിമ എല്ലാവരും പറയുന്നത് ഒരു ഗാംബ്ലിംഗ് പോലെയാണ്. ഇറ്റ് ഇസ് നോട്ട് നീഡ് ടു വർക്ക്. നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കുന്ന ആവശ്യമില്ല. അപ്പോൾ ഒരു സേഫ്റ്റി നെറ്റ് വെച്ച് നമ്മൾ കളിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വിൽ ബി മോർ ഡിലിജന്റ്, വിൽ ബി മോർ അത്രയും റിസ്ക് എടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു മെന്റാലിറ്റി വെച്ചാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. സിനിമ വരുമ്പോൾ ആൾക്കാരുടെ അക്സെപ്റ്റൻസും ഇഫ് ഓൾ ഉണ്ടെങ്കിൽ, അവരുടെ ആ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഇത് നന്നായിട്ട് വരും. ഇതിനുവേണ്ടി മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിച്ചെന്ന് പറയാമല്ലോ. ഇതിപ്പോ ഈ സിനിമ പക്ക അത്ര അഡ്വഞ്ചർ ആയിട്ട് തന്നെയുള്ള ഫിലിമാണോ? അതെ അതെ. ഈ സിനിമത്തെ ഏകദേശം ഒരു 99% സ്റ്റൺസ് ഞാൻ തന്നെയാണ് ചെയ്തത്. ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അതോടൊപ്പം കുറെ പഠിച്ചു. ഞങ്ങളുടെ സ്റ്റണ്ട് മാസ്റ്റർ മാഫിയ ശശിയായിരുന്നു. സാറ് ശരിക്കും എക്സ്ട്രീമിലേക്ക് പോയി. ലൈക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ സാറിന്റെ സ്റ്റണ്ടും ആ ഒരു ലെവലിലേക്ക് എത്തി. ആ ഒരു ഇത് ഞാൻ കളരിയാ പഠിച്ചത്. അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും മാർഷൽ ആർട്സിന്റെ ആ ഒരു ഗുണം ഇതിൽ വന്നിട്ടുണ്ട്. ഫൈറ്റ് സീൻസ് ഒക്കെ വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. സോ ഐ ആം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ്. ഒരു ചെറിയ ഭാഗം എനിക്ക് ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ എന്താ പറയാ, ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെങ്കിലും ഷൂട്ടിംഗ് സമയത്താണെങ്കിലും നമ്മൾ വളരെ എൻജോയ് ചെയ്താണ് നിന്നത്. എല്ലാവരും ലൊക്കേഷനിലുള്ള എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഡയറക്ടർ സാറുമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എന്തും ചെന്ന് സംസാരിക്കാം. നല്ല ഫ്രീഡം തരുന്ന ഒരു ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ചെയ്യാനും പറ്റി. ഒരുപാട് അഡ്വഞ്ചർ, അതായത് നമ്മൾ ഒരുപാട് അഡ്വഞ്ചർ സിനിമകൾ കണ്ടിട്ടുള്ള, മലയാളം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നല്ല പ്രശ്നം അങ്ങനെ ഫാസ്റ്റ് ആക്കി പോകുന്ന സിനിമകളുടെ ഒരു കാലഘട്ടമാണല്ലോ ഇത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഈ മായാവനം ചിത്രം എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്? നല്ല പ്രാധാന്യം ഉണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ സെയിം പാറ്റേൺ കണ്ടു വന്നിട്ട് പെട്ടെന്നൊരു വ്യത്യസ്തമായിരുന്ന ഒരു പശ്ചാത്തലവും ഒരു കഥയും പ്രേക്ഷകരിലെത്തുമ്പോൾ അവന് അതൊരു പുതുമ, ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇപ്പോ കുറച്ചു നാളായെന്ന് തോന്നുന്നു മലയാള സിനിമയിൽ ഒരു കാട്ടിലൂടെ ഇത്രയും അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു സ്റ്റോറി വന്നിട്ട് എനിക്കൊന്ന് ഒരുപാട് നാളായെന്ന് തോന്നുന്നു. അപ്പോൾ പുതിയൊരു സാധനം പ്രേക്ഷകർക്ക് കൊടുക്കുമ്പോൾ അവർ സ്വീകരിക്കുന്നതിനാണ് വിശ്വാസം. എങ്ങനെയാണ് ഇവരുടെ എക്സ്പീരിയൻസ് സീനിയർ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് രസമല്ലേ? അത് തന്നെയാണ് അർത്ഥം. ഞാൻ പുതിയ കുട്ടികളോടൊപ്പം അഭിനയിക്കുമ്പോൾ അവരുടെ ഓരോ എക്സ്പ്രഷൻസും പഴയ നടന്മാരിൽ നിന്നല്ല പഠിക്കുന്നത്.
പുതിയ പിള്ളേരുടെ പുതിയ കാലത്തെ ഞാൻ അവരുടെ കണ്ണിലൂടെയാണ് വ്യാഖ്യാനിച്ചിരുന്നത്. അവരുടെ ചലനം, അവരുടെ നോട്ടം, അവരുടെ വൈകാരികത, ഇതൊക്കെ പഴയ കാലത്തെ അല്ല അനുസ്മരിപ്പിക്കുന്നത്. അത് പുതുകാലത്തിൻ്റെ വൈകാരികത നമുക്കറിയില്ല. എനിക്ക് 2 ആൺമക്കളാണുള്ളത്. ആ 2 മക്കളുടെയും കാലത്തല്ല ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ പഴയ കാലത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അവിടെ അവരനുഭവിക്കുന്ന വ്യതയല്ല ഞാൻ അനുഭവിച്ചത്. അതുതന്നെയാണ് പുതുതലമുറ അവരുടെ ശരീര പ്രകടനത്തിലൂടെയും അവരുടെ അഭിനയ ശൈലിയിലൂടെയും പ്രകടിപ്പിക്കുന്നത്. അതുതന്നെയാണ് കൊല്ലം യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ കണ്ട നാടകങ്ങൾ. ഞാൻ നാടകാഭിനയം, സിനിമാഭിനയം നിർത്തിയാലോ എന്ന് വിചാരിച്ചു പോയി. അവരുടെ അഭിനയം കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യണം. എല്ലാ നടന്മാരും ഓരോ പൊതു സൃഷ്ടി ഉണ്ടാവണം. അങ്ങനെയായിരിക്കണം കാലം വളരേണ്ടത്. എന്നും പുതുതലമുറയാണ് ശരി, പഴയ തലമുറയല്ല. അങ്ങനെ ഈ തലമുറയിൽ നിന്ന് പഠിച്ചൊരു കാര്യം എന്താണ്? ഈ പഠിച്ചുകൊണ്ടിരിക്കുക. പഠിച്ച പാഠമൊന്നും നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് നിങ്ങൾ എഴുതിക്കുന്നു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും, ഓരോ പുലരിയും, ഓരോ രാവും, ഉറക്കത്തിലും ഉണർവിലും യാത്രയിലും കണ്ടുമുട്ടുന്ന പുതുതലമുറയിലെ കൂട്ടുകാരിൽ നിന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. എന്നെ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടി, എന്നെ നവീകരിക്കാൻ വേണ്ടി, ഞാൻ വയസ്സായി പോകാതിരിക്കാൻ വേണ്ടി. അതാണ്. ഇപ്പം ഇതില് നമ്മുടെ ഗൗതമിനൊക്കെ നമുക്ക് വെറുതെ നോക്കി നമ്മൾ ചിരി വരും. അവന്റെ ആ നോട്ടത്തിലൊക്കെ ചിരി ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കാറുണ്ട്. ഈ സുബിന്റെ ക്യാരക്ടർ ആണെങ്കിലൊക്കെ നമ്മൾ ചെയ്ത് വെച്ച് ചിരിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരുമിച്ച് അഭിനയം ഇത്ര സീരിയസ് ചെയ്യുമ്പോഴും ഇടയ്ക്ക് ചിരി വരാറുണ്ടോ? അല്ലെങ്കിൽ അല്ല, അവൻ കാരണം എനിക്ക് ഒരുപാട് റീടേക്ക് വേണ്ടി വന്നു. അങ്ങനെ റീടേക്ക് ഇഷ്ടമില്ലാത്തൊരു നടനാണ് ഞാൻ. പക്ഷെ അവൻ എനിക്ക് ഒരുപാട് റീടേക്ക് തന്നു. അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുഴപ്പമുണ്ടാക്കും. അവൻ തൊടേണ്ട സ്ഥലത്തല്ല തുടങ്ങുന്നത്. അവൻ ഇപ്പുറത്തോ നിക്കിളിയാക്കിട്ട് പോകും. അപ്പൊ ഞാൻ ചിരിച്ചു പോകും. അപ്പൊ കട്ടുപോയി. അപ്പോ അത്തരം സൗഹാർദ്ദങ്ങളാണ്, അത്തരം രസങ്ങളാണ് നമ്മളിപ്പോഴും നിന്നെ ചെറുപ്പക്കാരനായി നടത്തുന്നത്. അവരോടൊപ്പം ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, അവരോടൊപ്പം ഇരുന്ന് തമാശ പറയാൻ പറ്റുന്നത്. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കോമഡി ഉണ്ടോ എന്നുള്ള കാര്യം സംവിധായകനോട് ചോദിക്കും. വയലൻസ് ഉണ്ട്, അത്രയും പറഞ്ഞില്ല ഞാൻ. സിനിമ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ, ഇതിന് കോമഡി എത്രത്തോളം ഉണ്ടോ, വയലൻസ് എത്രത്തോളം ഉണ്ടോ. എന്നെ വെറുക്കാതിരിക്കൂ, എന്നെ സ്നേഹിക്കൂ ഈ സിനിമ കണ്ടിട്ടെങ്കിലും. ഗൗതം ബി ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു കഥാപാത്രം, ഇങ്ങനെ ഒരു കോമഡി. ഹലോ, എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ വിളിക്കുന്ന സതീശനാണ്. അപ്പോൾ സതീശനെ എന്നെക്കാട്ടി കോൺഫിഡൻസ് സതീശനുണ്ടായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ അഭിനയ മികവ് കണ്ടിട്ടല്ല വിളിച്ചത്. അപ്പോൾ പുള്ളിക്ക് എൻ്റെ കോൺഫിഡൻസ് ആണ്. ഞാൻ ഓക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാണ് ഈ സിനിമയിൽ ഞാൻ കൈ വെച്ചത്. പിന്നെ ചേട്ടൻ പറഞ്ഞത് ഞാൻ ദേഹത്തോടെ ഈ സിനിമ അല്ലെങ്കിൽ വേറെ സിനിമയാണ് പറഞ്ഞു. സിനിമ അടുത്ത മാസം ശത്രുവായിട്ടും മിത്രമായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റി. അലൻസിനോട് ജീവിതത്തിൽ എങ്ങനെയാണ് പുള്ളിക്ക് എന്നെ കാണുന്നത് നല്ലോണം. പക്ഷെ എനിക്ക് ശത്രുവായിട്ട് മിത്രം പിന്നിൽ നിന്ന് കുത്തുന്ന മിത്രത്തെ അല്ല ഇഷ്ടം, മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് ഇഷ്ടം. താങ്കൾ ഇപ്പോൾ എഴുതുന്ന എല്ലാ സ്പോട്ട് കൗണ്ടേഴ്സ് ആണ് കുറച്ചുകൂടെ എന്താ പറയുക, ആളുകൾക്ക് സ്ക്രിപ്റ്റ് ചെയ്യാന്ന് പലരും പറയാറുണ്ട് സ്ക്രിപ്റ്റഡ് ആണോ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എപ്പോഴും സ്പോട്ടാണ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളായാലും. അപ്പം ഇത് ഒരു ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇല്ലടാ, ഞാൻ സ്റ്റാൻഡപ്പ് കോമഡിയാണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ മഴയിൽ ഒരു ചെയ്യുന്ന
ഇപ്പം ഞാൻ 4 മിനിറ്റ് കണ്ടിട്ട് 6 മാസമായിട്ട് ഞാൻ ഉണ്ടാക്കിയ കണ്ടന്റ് ആക്കണം. ഒരു സിനിമ ഞാൻ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭൂമി അവസാനിച്ചാലും എഴുതി തീരില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ആൾക്കാർ കൊടുക്കുമ്പോഴത്തേക്ക് അത്ര നല്ല സാധനം കൊടുക്കുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ വിരലെണ്ണ എൻ്റെ 19 സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പം നല്ല നല്ല സാധനങ്ങൾ ആൾക്കാരെ രസിപ്പിച്ചും സന്തോഷിപ്പിച്ചും നിർത്താനുള്ള കോൺഫിഡൻസ് മനസ്സിലുണ്ട്. ഞാനിവിടെ അങ്ങനെ ഉണ്ട്. ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്താൽ ഞാൻ ഇവിടെ കാണും, അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞു. സ്വന്തം അച്ഛൻ തെങ്ങുന്ന കഥ പറഞ്ഞിട്ടാണ് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവനിങ്ങനെ നിലനിർത്തണമെന്നുള്ള കാര്യം മലയാളി പ്രേക്ഷകർ ആലോചിക്കണം. ഇത്രയും പ്രമോഷൻ പോരെ. പക്ഷേ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ കാണുന്ന ക്യാമറ കാഴ്ചയിലൂടെ ഞങ്ങളെയൊക്കെ കാണുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന എത്രയോ ക്യാമറകളുണ്ട്, എത്രയോ കാഴ്ചകളാണ് ഓരോ ക്യാമറമാനും അതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ അകത്തുള്ള സത്യമായ മായാവനം അറിയാവോ? ഞങ്ങളുടെ ഉള്ളിലുള്ള മായാവനം അറിയാവോ? നിങ്ങളുടെ ഉള്ളിലുള്ള മായാവനം അറിയാവോ? നിങ്ങൾ അന്വേഷിക്കും. 19-ാം തീയതി ഒന്ന് കണ്ടു നോക്കൂ. ഞാൻ പോയിക്കോട്ടെ, സമയമായി. കഥ മൊത്തം ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് കുറെ പുതിയ കാഴ്ചകൾ കാണാൻ പറ്റി. എനിക്ക് രാത്രി ഞാൻ കുളിക്കുമ്പോൾ കണ്ണടച്ച് കണ്ണടച്ചാ 2 സെക്കൻഡ് പഠിച്ച പേടിക്കുന്ന അസുഖമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മോർച്ചറി സീൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒറിജിനൽ മോർച്ചറിയാണ്, അത് ആൾക്കാർ ഉണ്ടാക്കിയിട്ടാണ് ചോദിച്ചത്. ഒറിജിനൽ മോർച്ചറി കൊണ്ട് കയറ്റി. ഞാൻ അടുത്ത് നോക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ഉണ്ടാക്കിയിട്ട് അണ്ണൻ ഇവിടെ കുളിച്ച് ഡെക്കറേറ്റ് കിടണമെന്നാണ് വിചാരിച്ചത്. ഒറിജിനൽ സാധനം, സത്യം ഒറിജിനൽ സാധനം. അതിന്റെ പെട്ടെന്ന് കാണിക്കാൻ തോന്നുന്നു. ഡോക്ടർമാരെ സ്ട്രഗിൾ മനസ്സിലാക്കി അവിടെ നിന്ന്. ഇതിനു മുമ്പ് ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ പണ്ട് മെഡിസിൻ എഴുതിയിട്ടുണ്ട്, മറ്റേ MBBS കൊണ്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേണ്ട ദിവസം അങ്ങനെ എഞ്ചിനീയറിംഗ് അല്ല, മുമ്പ് ഫൈറ്റ് ചെയ്തിട്ടുണ്ടോ? ചിത്രം 19-ാം തീയതി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്, എന്നാണ് പറയാനുള്ളത്? ഞാൻ ഞാൻ മാക്സിമം പറഞ്ഞ ഡയലോഗ് എൻ്റെ ഉണ്ടാക്കി ആ കണ്ടന്റ് ചോര എഴുതി സാറ് ഓക്കെ തംസപ്പിന് ശേഷം ഞാൻ ചെയ്ത് എനിക്ക് അഭിനയിച്ച് പഠിപ്പിക്കാൻ പറ്റിയെന്നാണ് എൻ്റെ ഉള്ളിലുള്ള ആൾക്കാർ കണ്ടിട്ടുള്ളതായിട്ട് എങ്ങനെയാണുള്ളത്. നമ്മൾ ചെയ്യാൻ മാക്സിമം എന്നോട് അഭിനയിച്ച ആൾക്കാർ ഇവരൊക്കെ അഭിനയിച്ചു എല്ലാവരും ഇവരുടെ അഭിനയിക്കുന്ന ആൾക്കാർ കറക്റ്റ് ടാലൻ്റുള്ള ആൾക്കാരാണ്. അപ്പം ബാക്കി നമുക്ക് ഓഡിയൻസിനെ ഇട്ട് കൊടുക്കും. കാരണം ആൾക്കാരൊക്കെയാണ്. കാരണം പുള്ളിക്കാരനെ എഡിറ്റ് ചെയ്ത പുള്ളിക്കാരൻ ചോദിച്ചു കോൺടാക്ട് ഇപ്പം ഡബിങ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി എത്രമാത്രം ഇതിനകത്തുള്ള സ്ട്രഗിൾ ഉണ്ട്.